സംസ്ഥാനത്തിന് സമഗ്രമായ ഒരു സിനിമാ നയത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായി കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 2 ദിവസത്തെ പരിപാടിയിൽ 9 പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള പാനൽ ചർച്ചകളാണ് നടക്കുന്നത്. നല്ല സിനിമ നല്ല നാളെ എന്ന ലക്ഷ്യത്തോടെയുള്ള നയരൂപവൽക്കരണ ചർച്ചകളിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് പുറമെ ജർമ്മനി, UK, പോളണ്ട്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ലിംഗനീതിയും ഉൾക്കൊള്ളലും, തൊഴിൽ കരാർ പണിയിടം, നിയമപരമായ ചട്ടക്കൂടുകളും സന്തുലിതമായ പരാതി പരിഹാര സംവിധാനവും, ചലച്ചിത്ര വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളാണ് വേദിയിലെത്തുന്നത്. 500ഓളം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ചാകും സിനിമാ നയത്തിന് അന്തിമ രൂപം കൊടുക്കുക. കോൺക്ലേവിനെ തുടർന്ന് സിനിമാ നയത്തിന്റെ കരട് രൂപം പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം, കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ, ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, സിനിമാ മേഖലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ, വിവിധ സിനിമാ സംഘടനകൾ, തൊഴിൽ നിയമരംഗങ്ങളിലെ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. സിനിമയെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സമഗ്രവും വികസനോന്മുഖവുമായ കാഴ്ചപ്പാടിനെ പിൻപറ്റിയാണ് സിനിമാ നയ രൂപീകരണം എന്ന ആശയം ഉടലെടുത്തത്. സിനിമയുടെ സമസ്ത മേഖലയെയും പരിഗണിച്ചും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുമുള്ള സമഗ്രമായ സിനിമാ നയത്തിലേക്കാണ് കേരളം എത്തിച്ചേരേണ്ടത്. സിനിമയെ വ്യാവസായികമായി പ്രഖ്യാപിക്കുക, കൾച്ചറൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ സാധ്യത പരിശോധിക്കുക, തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കുക, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നടപടികൾ ശക്തമാക്കുക തുടങ്ങി കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമായാണ് സിനിമാ നയം എന്ന ആശയത്തിലേക്ക് കേരളം എത്തിയത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഇത് കായലിൻ്റെയും കായ വറുത്തതിൻ്റെയും മാത്രം നാടല്ല. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമകളുടെ നാടും കൂടെയാണ്. തുച്ഛമായ ബജറ്റിൽ മികച്ച സിനിമകൾ നിർമ്മിക്കുന്ന കല നമ്മുടെ ചലച്ചിത്ര മേഖല സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചെലവ് കുറയ്ക്കുന്നതിനാണ് മഴയെ കഥാപാത്രമായി മാറ്റിയതും തെങ്ങിനെ വരെ സെറ്റിന്റെ പ്രോപ്പാക്കി സിനിമകൾ നിർമ്മിക്കുന്ന ചലച്ചിത്ര മേഖലയ്ക്ക് വേണ്ടി ഒരു നയം രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. ഒരു ക്ലൈമാക്സ് ഒറ്റ ടേക്കിൽ പൂർത്തിയാക്കുന്ന സംവിധായകരും പണം തുച്ഛം ഗുണം മെച്ചം എന്ന നയം വ്യക്തമാക്കിയിട്ടുള്ള നിർമ്മാതാക്കളും ആണ് ഇന്ന് ചലച്ചിത്ര മേഖലയുടെ ഇന്ധനങ്ങൾ. സിനിമയുടെ മായിക ലോകത്തിൽ നിന്നും പുറത്ത് അറിയപ്പെടാത്ത നായകന്മാരായി സിനിമ നയം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുന്ന ഭരണ നേതൃത്വം നിങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് കൂടെയുണ്ട്. ആരാണ് നായകൻ എന്നല്ല പ്രസക്ത ചോദ്യമെന്ന്. സിനിമ മേഖലയുടെ വികസനത്തെക്കുറിച്ചുള്ള ഒരു നയരൂപീകരണമാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. സിനിമ നയം ഇല്ലാത്തൊരു സിനിമ ജഗതി ഇല്ലാതെ കിലുക്കം പോലെയാണ്. മണിച്ചിത്രത്താഴിലെ കോവലകം പോലെ രഹസ്യങ്ങൾ നിറഞ്ഞ ചലച്ചിത്ര ലോകത്ത് സിനിമ CBI ഡയറക്കുറിപ്പിലെ ആസൂത്രണം ചെയ്തുള്ള നയരൂപീകരണമാണ് നമ്മുടെ ആവശ്യം. ഒരു മികച്ച ചലച്ചിത്രത്തിന് വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു കൂട്ടായ്മയിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ മുൻ തലമുറയെ ബഹുമാനിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറയെ ശക്തിപ്പെടുത്തി നാളത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഉള്ള നയരൂപീകരണം ഒരു മികച്ച സിനിമ പോലെ വിജയിപ്പിക്കുന്നതിനായി ഒരു നല്ല തിരക്കഥ തയ്യാറാക്കുന്ന മനസ്സോടെ നമുക്ക് സിനിമാ നയം രൂപീകരണം എന്ന തിരക്കഥ ഇന്നിവിടെ തുടങ്ങാം. ഉള്ളൊഴുക്കുകൾ നിറഞ്ഞ് ഈ His presence at this inauguration means a lot for this two-day conclave, which is a new beginning. തുടർന്നുകൊണ്ടാണ് ഇവിടെ ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ സുസ്ഥിരമായ വികസനം, സാമ്പത്തിക വളർച്ച, അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം. So, in my experience, ഞാനും കുറേയൊക്കെ കോൺക്ലേവ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കോൺക്ലേവ് ഏത് സർക്കാർ വിച്ച് സ്റ്റേറ്റ് ഹസ് ഓർഗനൈസ്ഡ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എനി ആൻസർ ഫോർ ദാറ്റ്. സോ ദൈവത്തിൻ്റെ ദേശമാണ്
ദൈവത്തിൻ്റെ സിനിമയാണ് മലയാളം സിനിമ. And also I think this conclave will become a role model for all the conclaves to be organized in this country. ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കുള്ള കേരള അച്യുതാനന്ദനും KSLPCയുടെ മുൻ ചെയർമാനും പ്രമുഖ ചലച്ചിത്ര സംവിധായകനുമായിരുന്ന ഷാജി എൻ കരുണിനും ഗാർഡിയൻ പത്രം എഴുതി. 2024 234 സിനിമകളാണ് മലയാളത്തിൽ സെൻസർ ചെയ്യപ്പെട്ടത്. സെൻസർ സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കപ്പെടാത്ത സ്വതന്ത്ര സിനിമകളുടെ എണ്ണം ഇതിന് പുറമെയാണ്. ഇന്ത്യൻ സിനിമയുടെ 2024 മൊത്തം ഗ്രോസ് കളക്ഷൻ്റെ 20% മലയാള സിനിമയുടെ സംഭാവനയാണ് എന്ന് വാർത്താ കേരളം തിരുവനന്തപുരം.